20-ാം തീയതി നമ്മുടെ കാരണഭൂതൻ കെട്ടും നിറച്ച് പമ്പയിലെത്തും. ഹൈന്ദവരെ മുഴുവൻ എങ്ങനെ പ്രീണിപ്പിക്കാം എന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് കാണാനും കേൾക്കാനും കഴിയും. തീരുന്നില്ല. അത് കഴിഞ്ഞാൽ അടുത്ത മാസം കൊച്ചിയിലുമുണ്ട്. അവിടെ ക്രൈസ്തവരെയും മുസ്ലിം വിഭാഗത്തെയും എല്ലാം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംഗമവുമുണ്ട് അടുത്ത മാസം. അപ്പോൾ ഒരു മാസത്തിനിടയ്ക്ക് ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും ഇസ്ലാമിനെയും എല്ലാം തന്നെ കയ്യിലെടുക്കുക എന്നുള്ള തന്ത്രമാണ്. ന്യൂനപക്ഷ സംഗമം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. കൊച്ചിയിലാണത്. അപ്പോൾ പമ്പയിൽ നിന്ന് പിന്നീട് കൊച്ചിയിലേക്കാണ്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്നത് ക്രൈസ്തവരെയും മുസ്ലിം സമുദായത്തെയുമാണ്. അതല്ലാതെ ഇവിടെ ന്യൂനപക്ഷമുണ്ട്. ബുദ്ധരും ജൈനരും ഒക്കെ ഉണ്ട് ഇവിടെ. അവരുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇവര്. യഥാർത്ഥത്തിൽ അവരാണ് ന്യൂനപക്ഷം, അല്ലാതെ മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും ഒന്നും അല്ല. അവരെക്കാളും താഴെ നിൽക്കുകയാണ് ഈ ബുദ്ധരും ജൈനരും ഒക്കെ. അവരെ കുറിച്ചൊക്കെ ആരോ നമ്മുടെ സൈദ്ധാന്തികന്മാരൊക്കെ ഗവേഷണം നടത്തി കണ്ടെത്തി അവരെ കൂടി ഏതായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കൊച്ചി പ്രധാന വേദിയായി മാറും ന്യൂനപക്ഷ സംഗമത്തിന്. ഈ അയ്യപ്പ സംഗമം ആരെ മുന്നിൽ നിർത്തിയാണ് നടത്തുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ. കാരണം ശബരിമല ക്ഷേത്രം അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ 75-ാം വർഷം. പക്ഷെ ദേവസ്വം ബോർഡിന് ഒരു ജോലിയുമില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എല്ലാവർക്കും കൊണ്ടുപോയി ക്ഷണക്കത്ത് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ മുഴുവൻ AKG സെന്ററിൽ നിന്നാണ്. അതിന് പ്രത്യേക ഓഫീസും ഒക്കെ തുറന്നിട്ടുണ്ട്. അത് വളരെ ഹൈടെക് ആയിട്ടുള്ള അയ്യപ്പ ഭക്ത സംഗമമാണെന്നുള്ളതാണ്. എല്ലാവരും തലേ ദിവസം പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ പ്രധാനപ്പെട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലെ റിസോർട്ടുകളിൽ വന്ന് താമസിക്കും. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇപ്പോൾ പമ്പയിലും അല്ലെങ്കിൽ നിലയ്ക്കലും മറ്റുമുള്ള താമസ സൗകര്യം എന്ന് പറയുന്നത് ഈ വരുന്ന അയ്യപ്പ സംഗമത്തിൻ്റെ അയ്യപ്പ ഡെലിഗേറ്റുകൾക്ക് പറ്റിയതല്ല. കാരണം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള താമസ സൗകര്യങ്ങളല്ല എന്ന് പറയുന്നത് അത് വിരിവെക്കുക എന്നാണ് പറയുന്നത്. എവിടെയാണോ ഇടം കിട്ടുന്നത് അവിടെ ഒരു ഷീറ്റ് വിരിച്ച് കിടക്കുക. കാരണം ശബരിമലയിലെ അത് കാനന ക്ഷേത്രമാണ്. അവിടെ പോകുന്നതും ഒക്കെ അത്തരത്തിലാണ്. നഗ്നപാതരായിട്ടാണ്. മനസ്സും ശരീരവും അതീവമായിട്ട് ശുദ്ധി വരുത്തിക്കൊണ്ടാണ്, മനസ്സിനെ മനനം ചെയ്തെടുത്താണ് പോകുന്നത്. ഈ അങ്ങനെ മനനം ചെയ്ത് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് വരാനായിട്ട് ഈ AKG സെന്ററിൽ നിന്ന് പോയിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ച് അവർക്ക് സാധിക്കും. അവർ വരുന്നത് ചിലപ്പോൾ മതോന്മത്തരായിട്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ റിസോർട്ടുകളിൽ നിന്ന് രാവിലെ തൂക്കിയെടുത്ത് എല്ലാത്തിനെയും കൂടി പമ്പയിൽ കൊണ്ടുവരും. അങ്ങനെ അവർ ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തുന്നവര് ആ വേദിയിൽ അല്ലാതെ യഥാർത്ഥ ഭക്തരുണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ട് പിണറായി വിജയൻ ധൈര്യമായിട്ട് വന്ന് കയറാം. അല്ലെങ്കിൽ ഞാൻ സംശയിച്ചിരുന്നത് ഈ പിണറായി വന്ന് കയറുകയും പ്രസംഗിക്കാനായിട്ട് പോഡിയത്തിൻ്റെ മുമ്പിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ ഭക്തരാദ്യവസാനം ശരണം വിളിക്കുമോ എന്നാണ്. ശരണം വിളിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചെയ്യാൻ പറ്റില്ലെന്നല്ല, അവർക്ക് ചെയ്യാം. ശബരിമല യുവതീ പ്രവേശ സമയത്ത് പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും ശരണം വിളിക്കുകയും ഹരിവരാസനം ചൊല്ലുകയും ചെയ്തപ്പോൾ അവരുടെ പേരിൽ കേസെടുത്തില്ലേ? 12,000 പേര് കേസുണ്ട്. ആ 12,000-ലധികം പ്രതികൾ, 6,000 കേസുകളുമുണ്ട്. അപ്പോൾ പിന്നെ അയ്യപ്പ സംഗമത്തിൻ്റെ ഇടയിൽ ശരണം വിളിച്ചാൽ അതും കേസെടുക്കും. അപ്പോൾ അതും മുന്നറിയിപ്പ് എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. കാരണം ഈ വരുന്ന ഭക്തര് മാലയിട്ട് വ്രതമെടുത്തൊന്നും വരുന്നവരല്ല. അവർ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വരുന്ന അയ്യപ്പ ഭക്തരാണ്. അതെന്തെങ്കിലും ആകട്ടെ, കോട്ടിലും സൂട്ടിലും അല്ലല്ലോ ഭക്തി. ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് എവിടെ? കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ ഇത് നടത്താനുള്ള ഇതിന്റെ കസ്റ്റോഡിയൻ ആരാണ്? അത് ന്യൂനപക്ഷ
വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ്. നമുക്കിവിടെ ഒരു ന്യൂനപക്ഷ വകുപ്പുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ. അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് അവർക്ക് തന്നെ അറിയത്തില്ല. ഈ ന്യൂനപക്ഷ സംഗമം അവരുടെ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കും. വിഷൻ 2031 എന്ന പേരിലാണ്. 2031 എന്ന് പറയുമ്പോൾ 2026 പിണറായി ജയിച്ച് അധികാരത്തിൽ വന്ന് 2031 അധികാരത്തിൽ വരും എന്നുള്ള മട്ടിലാണ് അത്തരത്തിലൊരു വിഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് 2026 അധികാരത്തിൽ വരുമെന്ന് പിണറായിക്ക് എന്താണ് ഇത്ര ഉറപ്പ്? 2031 മുമ്പ് ഈ പാർട്ടി കുഴിവെട്ടി മൂടും എന്നുള്ളതല്ലേ നടക്കാൻ പോകുന്നത്? പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന്. അതൊക്കെ പോയി. ഇനിയിപ്പോൾ കുഴിവെട്ടി മൂടുക തന്നെ ആയിരിക്കും. 2031 2026 തന്നെ BJP നോട്ടം ഇട്ടിരിക്കുകയാണ്. 2031 പിന്നെ തീർച്ചയായിട്ടും BJPയുടെ കൈകളിലേക്കായിരിക്കും. അപ്പോൾ ഈ ന്യൂനപക്ഷ സംഗമത്തിൽ അവിടെയും ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു 1500 പേരെയാണ് സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നത്. ശബരിമലയിൽ 3000 പേരുണ്ട് കേട്ടോ. കാരണം ഹൈന്ദവരല്ലേ, അത് അംഗസംഖ്യ കൂടുതലല്ലേ, ഇത് ന്യൂനപക്ഷമല്ലേ, അതുകൊണ്ട് 1500 ഒതുക്കി. അപ്പൊ മലപ്പുറത്ത് നിന്നുള്ള മുസ്ലിം വിഭാഗത്തിനെയും ഒക്കെ ആയിരിക്കും കൊണ്ടുവരിക. ചിലപ്പോൾ വെള്ളാപ്പള്ളിക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുമോയെന്ന് അറിയത്തില്ല. കാരണം ഏതിനും മലപ്പുറത്തിനോടും ഈ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം വിഭാഗത്തിനോടും ചോദിച്ചിട്ടേ നടക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പിണറായി വിജയന് അതിശക്തമായ ഒരു നീക്കം നടത്തി നോക്കുകയാണ്. യേശുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഈ ക്രൈസ്തവ വോട്ടുകൾ നല്ല രീതിയിൽ അങ്ങ് പോയിട്ടുണ്ട് BJPയിലേക്കെന്ന് കൃത്യമായി അറിയാം. ക്രൈസ്തവ വോട്ടുകൾ പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ കൈകളിലായിരുന്നു ഒരു കാലത്ത്. കോൺഗ്രസ്സുകാർ ഈ മുസ്ലിം ലീഗിനെ എടുത്ത് ഒക്കത്ത് എന്ന് വെച്ചോ അന്ന് പോയി കോൺഗ്രസ്സുകാരെ ക്രൈസ്തവരകലാൻ തുടങ്ങി. മുസ്ലിം സമുദായം ഇപ്പോൾ ഒന്നടങ്കം മാറി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് പിണറായി വിജയൻ പ്രത്യേക ദൂതന്മാരെ വിട്ട് മുസ്ലിം ലീഗുമായിട്ടൊക്കെ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പിന്നാമ്പുറത്ത്. ഇപ്പുറത്തേക്ക് ലീഗിനെ കൊണ്ടുവരാനുള്ള ശ്രമം. കാരണം പിണറായി വിജയൻ അറിയാൻ കാര്യങ്ങളെല്ലാം കൈവിട്ടു എന്ന്. ഇനി ഒരു തുടർഭരണ സാധ്യതയില്ലെന്നല്ല, ഒരു വല്ലാത്ത രീതിയിൽ അടിപതറുകയായിരിക്കുമെന്നും അറിയാം. കാരണം ആലപ്പുഴയിൽ സമാപിച്ച CPI സമ്മേളനത്തിൽ പോലും ഭരണത്തിനെതിരെയും പാർട്ടിക്കെതിരെ അതിനിശിതമായ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിവള്ളി നോക്കി അതിൽ പിടിച്ചു കയറാമെന്നാണ് പിണറായി ആഗ്രഹിക്കുന്നത്. അതായത് അയ്യപ്പ സംഗമം പിന്നാലെ ന്യൂനപക്ഷ സംഗമവും നടത്തും. അങ്ങനെ വണ്ടി പമ്പയിൽ നിന്ന് കൊച്ചിയിലേക്ക് ബോർഡ് വെച്ച് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.